ഹലോ ഗൈസ്, ഇന്ന് വാവായിട്ട് അമ്മ രാവിലെ കുളിച്ചു, പുറത്ത് വന്ന് പൂവൊക്കെ പിച്ചി, എന്നിട്ട് പിന്നെ പോയി വിളക്കൊക്കെ തുടച്ചു, കിണ്ണീരൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അമ്മ വിളക്കൊക്കെ കത്തിച്ചു, രാമായണമൊക്കെ തൊഴുതു. രാമായണ മാസമല്ലേ, രാമായണം തൊഴുത് പിന്നെ അമ്മ കുറിയൊക്കെ ഇട്ട് അമ്മ പിന്നെ എനിക്ക് കുറിയുടെ ശ്രമമൊക്കെ നടത്തി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ട് പിന്നെ ഞാൻ സ്വാമിയൊക്കെ തൊഴുതു. എന്നിട്ട് അമ്മ നാമം ചൊല്ലി ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നു. അമ്മ മാവിന് പായസം വെക്കാനായിട്ട് ഇന്നലെ ഒരു കലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കലം കഴുകി അതിനകത്ത് വെള്ളം പിടിച്ച് അടുപ്പത്ത് വെച്ചു. പിന്നെ അരി കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ അമ്മ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഇടിച്ചു പൊടിച്ചു. തേങ്ങ തിരുകി. തേങ്ങയുടെ ഒന്നും അമ്മ വീഡിയോ എടുത്തു എന്നറിഞ്ഞില്ല. ആ തേങ്ങ ഉണ്ടായിരുന്നു. പിന്നെ പഴം അരിഞ്ഞിട്ടു, ഏലക്കാപ്പൊടി ഇട്ടു, നെയ്യും ഇതെല്ലാം കൂടെ ചേർത്ത് അമ്മ കുറുക്കി ഒരു പായസം ഉണ്ടാക്കി. പിന്നെ അമ്മ പായസം ഇലകളിൽ എടുത്തു. പിന്നെ അമ്മ കൊണ്ട് ദൈവത്തിന് വെച്ച് ആദ്യം. പിന്നെ അമ്മ അവിടെ പിതൃക്കൾക്ക് വെച്ച പായസം എടുത്ത് അമ്മ കാക്കയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയി. കാക്കയ്ക്ക് ഇന്ന് ഭയങ്കര ജാടയുള്ള ദിവസമല്ലേ, കാക്ക ഇന്ന് എല്ലാരും വിളിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് കാക്കയെ കിട്ടാൻ പാടില്ല. അമ്മ എന്നിട്ട് ഒളിച്ച് നോക്കി കണ്ടുപിടിച്ച് കാക്ക കഴിക്കുന്ന കണ്ടാലേ അമ്മയ്ക്ക് സമാധാനമാകത്തുള്ളൂ. കാക്ക കഴിച്ചാൽ പിതൃക്കൾ തൃപ്തിയ എന്നുള്ള അമ്മയുടെ വിശ്വാസമാണ്. അതുകൊണ്ട് അമ്മ അവിടെ നോക്കി നിന്ന് കാക്ക കഴിക്കുന്നത് കണ്ട് സമാധാനമായി. അമ്മയും ഞാനും ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായതുകൊണ്ട് അമ്മ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അപ്പച്ചിയുടെ വീട്ടിൽ അമ്മച്ചിയെ വിളിച്ചിരുന്നു. അമ്മ അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി. എന്നെ ഇവിടെ വീട്ടിലാക്കിയിട്ട് അമ്മ അപ്പച്ചിയുടെ വീട്ടിൽ സദ്യ ഉണ്ടാൻ പോയി. അവിടെ അപ്പച്ചി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു. ആദ്യം ഇലയിട്ട് പിതൃക്കൾക്കാണ് വിളമ്പുന്നത്. പിതൃക്കൾക്ക് വിളമ്പുമ്പം അന്ന് വെച്ചത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്ത് വെക്കും. ഫസ്റ്റ് ഇലയിൽ വെക്കുന്നത് ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പിന്നെ പച്ചടി, 2 സൈസിലുള്ള പച്ചടി വെച്ച് അപ്പച്ചി, പിന്നെ അവിയല്, തോരൻ, പിന്നെ ചോറിന്റെ കൂടെ പരിപ്പ്, പപ്പടം, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പിന്നെ ചിക്കൻ കറി, മീൻ കറി, പിന്നെ 2 തരത്തിലുള്ള പായസം ഉണ്ടാക്കി. കടല പായസം, വർമ്മസലി പായസത്തിന് ബോളി ഉണ്ടായിരുന്നു. ബോളി അത് 5 ചേച്ചി ഉണ്ടാക്കിയതാണ്. പിന്നെ അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു അപ്പച്ചൻ്റെ വീട്ടിൽ. അമ്മ പോയി അതെല്ലാം കഴിച്ചു. അവിടെ ഇരുന്ന് കഴിക്കുന്നത് അമ്മമ്മയും യജുവാണ്. യജുക്കുട്ടൻ, 5 ചേച്ചിയുടെ മോനാണ് യജു.